പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശോയായി നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമേയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അത് വേദപാഠ പുസ്തകത്തിൽ കൊണ്ടിരുന്നു. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ ഏകത്വവും ത്രിത്വവും, ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആയ ത്രിയേക ദൈവത്തിലാണെന്ന് വിശ്വസിക്കുന്നത്. ഇനി രണ്ടാമത്തെ അടിസ്ഥാന പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ അതും പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ പീഡാനുഭവം, കുരിശുമരണവും ഉയർപ്പും മനുഷ്യരക്ഷയും. അപ്പോൾ ഈശോ മിശിഹ ദൈവത്തിന്റെ ഏകജാതനാണ്. ദൈവത്തിന്റെ ഏകജാതനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം, പീഡാനുഭവം, കുരിശുമരണം, ഉയർപ്പ്, മനുഷ്യരക്ഷ. ഇതാണ് വിശ്വാസത്തിന്റെ ചുരുക്കം. നമ്മൾ വേദപാഠ പുസ്തകത്തിൽ പഠിക്കുന്നതും ഒക്കെ. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധ തൃത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും പുരാതനമായ വിശ്വാസ പ്രമാണം നിക്കോയ സിനോദോസിന്റെ വിശ്വാസ പ്രമാണമാണ്. ഓസ്ട്രിയൻ ചക്രവർത്തി വിശുദ്ധ കുരിശിന്റെ ആകാശങ്ങൾ വിശ്വസിക്കുന്ന അടയാളം എന്നങ്ങനെ യുദ്ധം നിർണ്ണയിച്ചു. അത് കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകി. അത് കഴിഞ്ഞ് AD 13 സ്വാതന്ത്ര്യം. AD 313 325 നിക്കായ സിനോദോസിൽ തുറന്നുണ്ടായിരുന്ന പത്രാമാരെയൊക്കെ വിളിച്ചുകൂട്ടിയത് ഓസ്ട്രിയൻ ചക്രവർത്തിയാണ്. വിശ്വാസത്തില് ക്രമീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൂട്ടിയതാണ്. അപ്പോൾ ആ വിശ്വാസമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത് ചെറിയ വിശ്വാസങ്ങളാണ് റോമൻ സഭയിൽ മാമോദിസ സ്വീകരിക്കുമ്പോൾ ഉപയോഗത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ് ചെറിയ വിശ്വാസ പ്രമാണം. അപ്പോൾ നമ്മൾ ചെല്ലുന്ന നിക്കായ സിനോദോസിന്റെ വിശ്വാസ പ്രമാണത്തിൽ ദൃശ്യഅദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്നതും ഒത്തിരി കാര്യങ്ങൾ കാണാത്തതുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം സൃഷ്ടാവ് ദൈവമാണെന്ന് പറയുകയാണ്, പിതാവായ ദൈവം. ഇനി ആരാണ് ഈശോ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവ് ജനിച്ചവർ. അപ്പോൾ സമയത്തിന്റെ പൂർണ്ണതയില് കന്യകാമറിയത്തിൽ നിന്ന് രക്ഷകനായിട്ട് ജാതനായി. സമയത്തിന് എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് അവിടുന്ന് ആദിജാതനാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മനുഷ്യനായിട്ട് അവതരിച്ചു. അപ്പോൾ ആദ്യം പിതാവായ ദൈവത്തോടു കൂടി ഉണ്ടായിരുന്ന വചനമായ ദൈവമാണ് പുത്രനായിട്ട് അവതരിച്ചത്. വചനം മാംസമായിട്ട് അവതരിച്ചു എന്നുള്ള വചനത്തിലൂടെ ബൈബിൾ അത് വ്യക്തമായിട്ട് പറയുകയാണ്. എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായി ഈശോ മിശിഹായെ നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും സൃഷ്ടികളാണ്. അപ്പോൾ സൃഷ്ടിക്കപ്പെടാത്തവന ദൈവം സൃഷ്ടിക്കപ്പെടാത്ത, അവിടെ ദൈവമായ ഈശോ മിശിഹായും സൃഷ്ടിക്കപ്പെടാത്തവനാണ്. അതുപോലെ അവിടുത്തെ പദവി ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തോടു കൂടിയായിരിക്കുന്ന ഈശോയ്ക്കുള്ള സവിശേഷമായ നാമമാണ് ഏക കർത്താവ് എന്ന് പറയുന്നത്. ഏക കർത്താവുമായി ഈശോ മിശിഹായെ വിശ്വസിക്കുന്നു. ഇനി ആ ഏക കർത്താവിനെ പറ്റി വിശദീകരിക്കുകയാണ് വിശ്വാസമാണത്. അവർ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം. അതുപോലെ പിതാവിനോടുകൂടെ ഏക സത്തയുമാകുന്നു. അപ്പൊ ദൈവികമായ സത്ത, അതാണ് ഡിവൈൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവികമായ സത്തയുള്ള പുത്രൻ തമ്പുരാൻ അവിടുന്ന് ദൈവത്തിന് സമാനനാണ്, തൃത്വത്തിലെ ആളാണെന്ന് വ്യക്തമാക്കുകയാണ്. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനത്തിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ അവൻ വഴിയായിട്ട് അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് പൗലോസ്ലീഹ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനത്തിൽ എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. യേശു വഴിയായിട്ട് മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനെ കന്യകാമറിയത്തിൽ നിന്ന് ശരീരത്തിൽ മനുഷ്യനായി കടന്നു. അതാണ് വിശ്വാസ പ്രമേയത്തിന്റെ രണ്ടാമത്തെ രഹസ്യം. അതാണ് ഈശോയുടെ മനുഷ്യാവതാരം, പീഡാനുഭവം, കുരിശുമരണം, ഉയർപ്പ്, മനുഷ്യവംശത്തിന്റെ രക്ഷ. അതാണ് പിന്നീട് അവിടുന്ന്
പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് ബെലറസ് കേസ് നിരാകരണപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും 3-ാം ദിവസം എഴുതപ്പെട്ടിരുന്നാൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇതാണ് രണ്ടാമത്തെ രഹസ്യമായിട്ട് നമ്മൾ പറയുന്നത്. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ ഈശോ, ദൈവപുത്രനായ ഈശോ എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്താണ്. ഇതാണ് വിശ്വാസ പ്രമാണത്തില് പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം പരിശുദ്ധാത്മാവിനെ പറ്റിയും പറയുന്നുണ്ട്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോ പറഞ്ഞാൽ പോകുന്ന വരെ പോയാൽ സഹായകനെ അയക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായകന്റെ ആഗമനത്തിനായിട്ട് കാത്തിരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നതാണ് പെന്തക്കോസ്ത് തിരുനാളിൽ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അനുസ്മരിച്ചത്. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിനെ കൂടുതലേക്ക് ആനയിക്കുമെന്നാണ് വചനത്തിൽ പറയുക. സത്യത്തിന്റെ പൂർണ്ണത യേശുവിനെ, യേശുവിടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവിനെയും എത്രയും തികവോടുകൂടി ഗ്രഹിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ് സത്യത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. യോഹന്നാൻ 14:6 പറയുന്നുണ്ട്, പിതാപുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു, അവരുടെ പരസ്പര സ്നേഹത്തിൽ നിന്നും സ്നേഹത്തിന്റെ നിറവായിട്ട് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. അതാണ് യോഹന്നാൻ 14:6 പറയുന്നത്. പിതാപുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു, അവരുടെ പരസ്പര സ്നേഹത്തിൽ നിന്നും സ്നേഹത്തിന്റെ നിറവായിട്ട് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു എന്നാണ് പറയുന്നത്. ഈ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, സ്നേഹമാണ് അഖിലസാരം കുടിയില്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോകം മുമ്പോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാല് നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒത്തിരി നല്ല മനുഷ്യരുള്ളതുകൊണ്ടാണ്. നല്ല കുടുംബം മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ദമ്പതികൾ ഉള്ളത് കൊണ്ട്. തങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ നിന്നും ജനിക്കുന്ന ആ മക്കളെ സ്നേഹിച്ചു വളർത്തി അവരോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ സ്നേഹത്തിന്റെ തികവിന് കുറവ് വരുമ്പോൾ, എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോഴാണ് കുടുംബത്തിൽ തകർച്ചകൾ വരുന്നത്. ലണ്ടനിലുള്ള ഒരു ഡോക്ടർ ഫാമിലി, അവര് ഒന്നിച്ചു പഠിച്ചവരാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അത് കഴിഞ്ഞ് പഠനമൊക്കെ പൂർത്തിയാക്കി. അവര് നേരത്തെ തന്നെ പരിചയം ഉണ്ടായിരുന്നു. അവരുടെ ചിന്ത പരിചയം ഉണ്ടെങ്കിൽ അത് രക്ഷപ്പെടുന്ന, പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവികമായിട്ടുള്ള സാന്നിധ്യവും പ്രാർത്ഥനയും കൂട്ടായ്മയൊക്കെയാണ് ദാമ്പത്യ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നതും നയിക്കേണ്ടതും. അത് കഴിഞ്ഞിട്ട് അവര് ഒന്നിച്ച് ജീവിച്ചു, പിള്ളേരുണ്ടായി. പിള്ളേരുടെ എനിക്കറിയാം. അടുത്ത ദിവസം ആ ഡോക്ടർ ഭാര്യ ഡോക്ടർ ഒരു വഴക്കുണ്ടായി, അഹമുണ്ടായി അവരെ കൊന്നതാണ്. അപ്പോൾ ഇവര് പ്രേമിച്ചു കെട്ടിയവരാണ്. ദീർഘകാലത്തെ പ്രേമത്തിന്റെ ശേഷമാണ് വന്നത്. അപ്പോൾ അവിടെ ഈ നന്നായിട്ട് പോകണമെങ്കിൽ ദൈവകൃപ ആവശ്യമുള്ളത് പ്രാർത്ഥന വഴിയാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഒത്തിരി ഈ പരിശുദ്ധത്തിന്റെ മാതൃകയിലായിരിക്കണം. കുടുംബങ്ങള് പിതാപുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി, കൂട്ടായ്മകൾ ഒന്നായിരിക്കുന്നത് പോലെ മാതാപിതാക്കളും മക്കളും സ്നേഹത്തിൽ ഒന്നായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി നമ്മുടെ മാതാപിതാക്കളും ഭൂരിഭാഗം ആളുകളും കുടുംബത്തെ സ്നേഹിക്കുന്നവരും, നിങ്ങളൊക്കെ നല്ല മനുഷ്യരാ, അല്ലെ പള്ളിയിലേക്ക് വരികയാണ്. നിങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്, മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്, അവരെ വളർത്തുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് പള്ളികളിലൊക്കെ വരുന്നത്, പ്രാർത്ഥിക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു, അവരുടെ പരസ്പര സ്നേഹത്തിൽ നിന്നും സ്നേഹത്തിന്റെ നിറവായി പരിശുദ്ധാത്മാവ് വരുന്നു. അത് യോഹന്നാൻ 14:6 പറയും, നമ്മളെ സ്മരിക്കുക. സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും സമർപ്പിക്കുകയും സഹവസിക്കുകയും ചെയ്യുന്ന ദൈവം. അപ്പൊ എന്തൊക്കെയാ? സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും സമർപ്പിക്കുകയും സഹവസിക്കുകയും ചെയ്യുന്ന ദൈവം.
ദൈവം ഏകനാണ്. പിതൃപുത്ര പവിത്രാത്മ ബന്ധങ്ങളിൽ വാഴുന്ന പൂർണ്ണത കണ്ടെത്തുന്ന ദൈവം. ഈ ഓൺലൈൻ ഡോക്സോളജി എന്ന് പറയാറുണ്ട്. പൗലോസ്ലീഹ ലേഖനങ്ങളിൽ ഉപയോഗിക്കുന്ന 2 കൊരിന്ത്യൻസ് 11 പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് വിശ്വസിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എവരോടുകൂടി ഉണ്ടായിട്ട്. അതാണ് ഓൺലൈൻ ഡോക്സോളജി എന്ന് പറയുന്നത്. ലേഖനങ്ങൾ വലതും സമാപിക്കുന്നതിനാണ് പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. പിന്നെ പരിശുദ്ധ തൃത്വത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ലേഖനങ്ങൾ വലതും സമാപിക്കുന്നത്. നമ്മളിനി മാമോദിസ നോക്കുന്നത് എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷത്തിന്റെ സമാപന അധ്യായം 28 അവസാനത്തിൽ പറയുന്നുണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം നൽകുവിൻ. അതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചുള്ളതെല്ലാം ആചരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ലോകത്തിന്റെ അവസാനം വരെ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഇതാണ്. അപ്പോൾ പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിലാണ് നമ്മൾ മാമോദിസ മുങ്ങി സഭയിലെ അംഗമായി തീരുക. വചനാധിഷ്ഠിത ജീവിതത്തെ പറ്റി, പരിശുദ്ധ തൃത്വത്തോട് അനുരൂപപ്പെട്ട ജീവിതമാണ് വചനാധിഷ്ഠിത ജീവിതം. എന്നെ സ്നേഹിക്കുന്നവർ എന്റെ വചനം പാലിക്കുന്നു. വചനം, ദൈവത്തിന്റെ കൽപ്പന പാലിക്കുന്നവനാണ് വചനം പാലിക്കുന്നത്. അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും. ജോൺ 14:23. അപ്പോൾ ഞങ്ങൾ വസിക്കുന്നു. അപ്പോൾ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യം, നന്മയിൽ ജീവിക്കുന്ന, വിശ്വാസത്തിൽ ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലൊക്കെ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. ഇത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നന്മയിൽ ജീവിക്കുന്നവരിൽ ദൈവത്തിന്റെ കൃപ, വരപ്രസാദം ഉണ്ടെന്നുള്ളതാണ്. പങ്കുവയ്ക്കുന്ന, കൂട്ടായ്മയിൽ ജീവിക്കുന്ന, നന്മ ചെയ്യുന്ന സമൂഹം തൃത്വത്തിന് സാക്ഷി നൽകുന്ന സമൂഹമാണ്. അതാണ് കൽപ്പന പാലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഇതാണ് എന്റെ കൽപ്പന, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അതാണ് കൽപ്പന എന്ന് പറയുന്നത്. ജോൺ 15:12. ഈ പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കാനായിട്ട് പല ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട്. പരിശുദ്ധ തൃത്വം ഒരു രഹസ്യമാണെന്നാണ് പറയുന്നത്. ഈ രഹസ്യം പൂർണ്ണമായിട്ടും മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കാനേ പറ്റും. കാരണം പറഞ്ഞാൽ അത് വെള്ളമാണ്. ഈ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ജലമായിട്ടുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ കുടിക്കാൻ പറ്റുമോ? ഐസ് അത് ജലമാകാതെ നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് മഴ പെയ്യുന്നത്. സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങളേറ്റ് വെള്ളം നീരാവിയായിട്ട് മാറി കാർമേഘമായിട്ട് മാറുന്നു. അത് പിന്നീട് മലകളിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടി അതിൽ കനിഭവിച്ച് ജലമായിട്ട് മാറി മഴ പെയ്യുന്നു. അതുകൊണ്ടാണ് ശുദ്ധജലം കിട്ടുന്നത്. ശുദ്ധജലം ഉള്ളത് കൊണ്ടാണ് കുടിക്കാൻ പറ്റുന്നത്. നീരാവി ഉള്ളത് കൊണ്ടാണ് ആകാശത്തിലേക്ക് പോകുന്നത്. പണ്ട് കാലത്ത് ആളുകളുടെ ചിന്ത ഇങ്ങനെയായിരുന്നു, ഈ മുകളിലും കടലുണ്ടെന്നാണ്. അപ്പൊ അവിടെയും വെള്ളമുണ്ട്. ആ വെള്ളമാണ് മഴയായിട്ട് വീഴുന്നതായിരുന്നു പഴയ മനുഷ്യന്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരുടെ ചിന്ത. എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ പറയുന്നു ഇതിങ്ങനെ വെള്ളത്തിന്റെ ഇങ്ങനെ 3 അവസ്ഥകളുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അപ്പം ജലത്തിന്റെ 3 അവസ്ഥയുള്ളതുപോലെ ദൈവത്തിന് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുന്നത് ത്രികോണം അവരുടെ ഉദാഹരണമായിട്ട് പറയാം. ത്രികോണമോ എല്ലാം കോണം പോലെ. പക്ഷേ പാരിസ്ഥിതികതയിൽ 3 പേര് ഒരുപോലെ ഇരിക്കുന്ന 3 പേരെ വരച്ചു വെച്ചാൽ പരിശുദ്ധ തൃത്വം അവരുടെ മുഖം കണ്ടുകഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല. 3 പേര് ഒരുപോലെ ഇരിക്കുന്നു. അതാണ് ഐക്കൺ എന്ന് പറയാനുള്ളത്. ടാഗോർ പറയുന്നുണ്ട്, സ്നേഹം കൊണ്ടല്ലാതെ സ്നേഹത്തെ വിശദീകരിക്കാനാവാത്തതിനാൽ സ്നേഹം അന്തമില്ലാത്ത ഒരു മഹാരഹസ്യമായിരിക്കുന്നു. ടാഗോർ പറയുന്ന ഇതാണ്, സ്നേഹം കൊണ്ടല്ലാതെ സ്നേഹത്തെ വിശദീകരിക്കാനാവാത്തതിനാൽ സ്നേഹം അന്തമില്ലാത്ത ഒരു മഹാരഹസ്യമായിരിക്കുന്നു.